കോടികളുടെ കശുവണ്ടി അഴിമതി കേസിൽ ചെറുവിരൽ അനക്കാതെ CBI. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിൽ 5 വർഷമായിട്ടും CBI തുടർ നടപടികൾ എടുത്തില്ല. ഇതിനിടെ കേസിലെ പരാതിക്കാരൻ നൽകിയ കോടതിയലക്ഷ്യ കേസിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ 2 ദിവസത്തെ സാവകാശവും തേടിയിട്ടുണ്ട്. ആദ്യം റിപ്പോർട്ടിലേക്ക്. പ്രതികൾക്ക് വിചിത്രമായ രാഷ്ട്രീയ പിന്തുണ കിട്ടുന്ന കശുവണ്ടി അഴിമതി കേസിൽ CBIയും കേന്ദ്ര സർക്കാർ ഏജൻസിയും ഒളിച്ചുകളി നടത്തുകയാണ്. CBI ആണ് കേസ് അന്വേഷിച്ച INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MD-യായ K രതീഷിനുമെതിരെ കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ 2 പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോട് അനുമതി തേടി അവർ ആ അനുമതി നിഷേധിച്ചു. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി CBI ഇതിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഏജൻസിയാണ് അവരുടെ അന്വേഷണത്തിന്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യ നടപടിയെടുക്കേണ്ടത്. പക്ഷേ CBI ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാതെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. CBIയുടെ അനുമതി നിഷേധിച്ചതിനെതിരെ ഈ കേസിലെ പരാതിക്കാരനായ കോൺഗ്രസ് നേതാവ് കടകംപള്ളി മനോജാണ് കഴിഞ്ഞ 5 വർഷമായി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അടക്കം നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതിൽ CBI അനങ്ങുന്നില്ല എന്നതാണ് ചോദ്യം. ഇവിടെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്ന കാര്യത്തിൽ INTUC നേതാവ് R ചന്ദ്രശേഖരൻ ഈ സർക്കാരിലുള്ള വലിയ സ്വാധീനമാണ് അതിലേക്ക് നയിക്കുന്നതെന്നത് വിമർശനമുണ്ട്. ആ വിമർശനം നിലനിൽക്കെ തന്നെയാണ് ഹൈക്കോടതി ഈ ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു എന്നതടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ന് കോടതിയിൽ കേസെത്തിയപ്പോൾ കോടതിയലക്ഷ്യ കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് സമയം അനുവദിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നും സർക്കാർ ആ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ല. സത്യവാങ്മൂലം തയ്യാറായിട്ടില്ലെന്നും 2 ദിവസം കൂടി വേണമെന്നുമാണ് സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ആ സമയം ഇന്ന് കോടതി അനുവദിക്കുകയും ചെയ്തു. രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള വലിയ ബന്ധം അതുപയോഗിച്ചുകൊണ്ട് ഈ പ്രതികൾ ഈ വലിയ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഈ ഒളിച്ചുകളി എന്ന വളരെ പ്രധാനപ്പെട്ട നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. എന്നോടൊപ്പം രതീഷ് അന്യുദ്ധം ചേരുകയാണ്. രതീഷ്, സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നത്? കാരണം അവിടെയുള്ളത് ഒന്ന് ചന്ദ്രശേഖരനാണ്, INTUCയുടെ നേതാവ്, മറ്റൊന്ന് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ K രതീഷ്. ഈ 2 പേരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സർക്കാരിന് എന്താണ്? അപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണോ ഈ സർക്കാർ എന്ന കോടതിയുടെ ചോദ്യം പ്രസക്തമാവുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് തന്നെയാണ് ചോദ്യം. അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. അവിടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം നിൽക്കുന്നത്. ഇപ്പോൾ INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയുമായി വലിയ അടുപ്പമുണ്ടെന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കേസിൽ നേരിട്ട് ഇടപെടുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കണം. പക്ഷേ അത് പൊതുസമൂഹത്തിന് ആ വസ്തുത നിൽക്കുമ്പോൾ സ്വാഭാവികമായി അത്തരം സംശയങ്ങൾ സ്വാഭാവികമാണ്. അക്കാര്യത്തിൽ മറുപടി പറഞ്ഞു പോകേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം K രതീഷുമായി ബന്ധപ്പെട്ടാണ്. K രതീഷ് 500 കോടി രൂപയുടെ അഴിമതി R ചന്ദ്രശേഖരും K രതീഷും ചേർന്ന് നടത്തി എന്നതാണ് CBIയുടെ കണ്ടെത്തൽ. സംസ്ഥാന സർക്കാരിൻ്റെ 8-9 ഏജൻസികൾ, വിജിലൻസ് ഉൾപ്പെടെ, ധനകാര്യ പരിശോധനാ വിഭാഗം ഉൾപ്പെടെ നേരത്തെ തന്നെ ഇത് വലിയ അഴിമതിയാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ റിപ്പോർട്ട് നിൽക്കുമ്പോൾ CBIയുടെ കറപ്ഷൻ ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അഴിമതി നിരോധന നിയമമടക്കം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസാണിത്. 500 കോടി ചില്ലറയല്ലല്ലോ. മാത്രമല്ല സമീപകാലത്തെ കേരളം കേട്ട ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളിൽ ഒന്ന് എന്നതിനപ്പുറത്ത് അഴിമതി ഉണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ കേസാണ്. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം പ്രോസിക്യൂഷന് അനുമതി നൽകേണ്ടത് നേരത്തെ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MD-യുമായിരുന്ന R ചന്ദ്രശേഖറും K രതീഷും. ഈ 2 പേരുടെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ട സർക്കാരാണ്. 3 തവണയാണ് ഹൈക്കോടതി അനുമതി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. സർക്കാർ ഇതുവരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല. മാത്രമല്ല, രണ്ടാമത്തെ പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. K രതീഷ് ഇപ്പോഴും 2 പ്രധാനപ്പെട്ട പദവികളിൽ തുടരുകയാണ്. റൂട്രോണിക്സിന്റെ MD എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഖാദി ബോർഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഖാദി ബോർഡിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഖാദി ബോർഡിന് കീഴിൽ വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകളുള്ള സ്ഥാപനങ്ങളുടെ രജിസ്ട്രാർ പദവി കൂടിയാണ്. ചട്ടമനുസരിച്ചാണെങ്കിൽ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ആ പദവിയിൽ ഇരിക്കണമെന്നാണ്. അങ്ങനെ വലിയ അധികാരമുള്ള പവറുള്ള ഇടത്ത് 2 പോസ്റ്റിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കുറ്റക്കാരനാണ് എന്നൊരു വലിയ അന്വേഷണ ഏജൻസി പറഞ്ഞ ആളെ എങ്ങനെയാണ് സർക്കാർ ഇങ്ങനെ മുന്നോട്ട്? മാത്രമല്ല രതീഷ്, സീസന്റെ ഭാര്യ സംശുദ്ധയായിരിക്കണമെന്ന ഈ നിരീക്ഷണവും ആ പല്ലവിയൊക്കെ പറഞ്ഞ് എത്രയോ കാലം മുന്നോട്ട് പോയി. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു അഴിമതി രഹിത മുഖം എന്നൊക്കെയാണ് എല്ലാവരുടെയും, അല്ലെങ്കിൽ പാർട്ടിക്കാരെ, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു അവരുടെ ആ ഒരു മുഖമുദ്ര അങ്ങനെ എന്ന് വിശ്വസിക്കുന്ന ഒരിടത്താണ് ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇവരെ ചുമക്കേണ്ട ബാധ്യത എന്ത് എന്ന ചോദ്യം നേരത്തെ രതീഷ് പറഞ്ഞവരെ അതിന്റെ ഉത്തരമാണ് നമുക്ക് എന്തെന്ന് അറിയാത്ത. 3 വട്ടം കോടതിയാണ് പറയുന്നത് നിങ്ങൾ പ്രോസിക്യൂഷൻ അനുമതി എന്താണ് നൽകാത്ത. അപ്പോൾ ഉത്തരം പോലും മുട്ടുകയാണെങ്കിൽ ഇന്നിപ്പോൾ എന്താണ് വീണ്ടും ദിവസം അധികം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു ഒളിച്ചുകളി എന്നത്? അല്ല, അക്കാര്യത്തിൽ വിശദീകരിക്കേണ്ട സർക്കാർ തന്നെയാണ്. അങ്ങനെ ഒരു വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല CBIയുടെ നടപടികളിലും വലിയ സംശയമുണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. CBI ഈ പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ട് CBI എടുക്കേണ്ട സ്റ്റെപ്പ് CBI എന്തുകൊണ്ട് എടുക്കുന്നില്ല?
CBIക്ക് എന്താണ് അവിടെ ആ സ്റ്റെപ്പ് എടുക്കാൻ തടസ്സം? പരാതിക്കാരൻ സ്വന്തം നിലയിൽ CBI എടുക്കേണ്ട ജോലി കോടതിയിൽ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CBIയുടെ ഭാഗത്ത് നിന്ന് ഇവർ രണ്ടുപേരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ കോടതി തന്നെ ഒരു നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യം വരുന്നു. രണ്ട്, സർക്കാർ ഇത്ര നാളായി ഈ രണ്ടുപേരെയും ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് കെ രതീഷിനെ ഒരു പോസ്റ്റിൽ 2 പോസ്റ്റിൽ തുടരാൻ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ആർ ചന്ദ്രശേഖരനെതിരായ 500 കോടി എന്ന വലിയ അഴിമതിയിൽ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത്? സാങ്കേതികമായി തടസ്സമുണ്ടെങ്കിൽ സർക്കാർ വിശദീകരിക്കും. എന്തുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നില്ല? അവിടെയാണ് ഈ സംശയം നിലനിൽക്കുന്നത്. തീർച്ചയായും. അപ്പോൾ മടിയിൽ കനമുള്ളവരൊപ്പമാണോ ഈ സർക്കാർ എന്ന് ഈ കെ രതീഷുമായി ബന്ധപ്പെട്ടും ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടും ഈ കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ സർക്കാർ കോടതിയിലടക്കം എടുക്കുന്ന സമീപനങ്ങൾ തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു നിലപാട് ഈ സർക്കാരിന് ആത്മാർത്ഥമായി ഉണ്ടെങ്കിൽ ഏറ്റവും ഉടനെ തന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകുകയാണ് വേണ്ടത്.